بسم الله الرحمن الرحيم كذبت قبلهم قوم نوح وعاد وفرعون ذو الأوتاد وثمود وقوم لوط وأصحاب الأيكة أولئك الأحزاب إن كل إلا كذب الرسل فحق عقاب وما ينظر هؤلاء إلا صيحة واحدة ما لها من فواق സൂറത്തു സാദിൽ ആദ്യമായി പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഈ ഉത്ബോധനം ദിക്ർ അല്ലാഹു തആല ഇറക്കി കൊടുത്തപ്പോൾ ശത്രുക്കളായ ആളുകൾക്ക് വലിയ ഭിന്നതയുണ്ടായി, അതുപോലെ തന്നെ അവർക്ക് ദുരഭിമാനമുണ്ടായി. എന്നാൽ അവർക്ക് മുമ്പുള്ള ആളുകൾ ഇതുപോലെ ദുരഭിമാനിക്കുകയും ഭിന്നിക്കുകയും അമ്പിയാക്കന്മാരെ എതിർക്കുകയും ചെയ്തവരെ അല്ലാഹു തആല നശിപ്പിച്ചിട്ടുണ്ട്. ആ നാശം അടുത്ത് വന്നപ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ടായില്ല എന്നൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് കദ്ദബത്ത് ഖബുലഹും, ആ നശിപ്പിച്ച സമൂഹത്തിനെ വിവരിക്കുകയാണ്. കദ്ദബത്ത് ഖബുലഹും ഖൗമു നൂഹിൻ, അവർക്ക് മുമ്പ് കളവാക്കി ഖൗമു നൂഹിൻ, നോഹി നബി അലൈഹി സ്വലാമിൻ്റെ കൗമ്. നോഹി നബി അലൈഹി സ്വലാമിൻ്റെ കൗമിന് വേറെ പേരൊന്നുമില്ല, കൗമു നൂഹ് എന്ന് തന്നെയാണ് പറയും. പിന്നെ ആദും കളവാക്കി. ആദ് എന്ന് പറയുന്നത് ഏത് പ്രവാചകൻ്റെ കൗമാണ്? ഹൂദ് നബി അലൈഹി സ്വലാമിൻ്റെ കൗമാണ്. അവർക്ക് ആദ് സമൂഹം എന്നാണ് പറയുന്നത്. നോഹി നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹം വളരെ പുരാതനമായ സമൂഹമായതുകൊണ്ട് അവർ ജീവിച്ചതിൻ്റെ അടയാളങ്ങൾ വളരെ കുറച്ചേ ഭൂമിയിൽ ബാക്കിയുള്ളൂ. എന്നാൽ ആദ്യ സമൂഹം അറബികളുടെ അടിസ്ഥാന അറബികൾ, ആദിമ അറബികളാണ്. പ്രിമിറ്റീവ് അറബ്സ് എന്നാണ് അവരെ പറ്റി പറയാം. ആദിമ അറബികളുടെ തുടക്കക്കാരാണ് ആദ്യ സമൂഹം. അവരുടെ ജീവിത അവശിഷ്ടങ്ങളും അവർ ജീവിച്ച പല കാര്യങ്ങളും പിന്നീട് ഈ എക്സ്കവേഷനുകളിൽ കൂടി കണ്ടെത്തുകയും അത് നമുക്ക് ഇന്നും പോയി കാണാൻ പറ്റുന്ന അവസ്ഥയിലുണ്ട്. അതൊരു ഗോത്രമായിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു വലിയ ഉപ്പാപ്പയുടെ പേരാണ് ആദ്. ആ ഉപ്പാപ്പാൻ്റെ മക്കൾക്ക് ആദ് സമൂഹം എന്ന് പേരിട്ടു. ഏതുപോലെ ഇസ്രായേൽ എന്ന യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മറ്റൊരു പേരാണല്ലോ ഇസ്രായേൽ. ആ ഇസ്രായേൽ പ്രവാചകൻ്റെ അനുയായികൾക്ക് ബനൂ ഇസ്രായേൽ എന്ന് പേരിട്ട പോലെ ആദ് എന്ന വലിയ ഒരു പിതാമഹൻ്റെ സമൂഹത്തിന് ആദ് സമൂഹം ഖൗമു ആദ് എന്നാണ്. അവരിലേക്ക് അല്ലാഹു തആല അയച്ച പ്രവാചകൻ ഹൂദ് നബി അലൈഹി സ്വലാമാണ്. അപ്പോൾ ഹൂദ് നബിയുടെ സമൂഹമായ ആദും കളവാക്കി. പിന്നെ ഫിർഔനും കളവാക്കി. ഫിർഔൻ എന്ന് പറയുന്നത് ഒരു കുടുംബ പേരാണ്. ഫറായിനത്ത് എന്ന് പറയുന്നത് ഈജിപ്തിലെ തലമുറകളായി അവരുടെ ഭരണം നടത്തിയിരുന്ന കോപ്റ്റിക് ഖിബ്തി വർഗത്തിലെ രാജാക്കന്മാർക്കാണ് ഫിർഔൻ എന്ന് സ്ഥാനപ്പേര് നൽകിയിരുന്നത്. അതിൽപ്പെട്ട ഒരു ഫിർഔനാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ശത്രുവായിട്ട് ഉണ്ടായിരുന്നത്. ഒരുപാട് ഫിർഔനുമാരുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു ഫിർഔൻ, റംസീസ് രണ്ടാമൻ എന്ന് പറയുന്ന ഫിർഔനാണ് മൂസാ നബിയുടെ ശത്രുവായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഫിർഔൻ സമൂഹങ്ങളൊന്നും വിശ്വാസികളായിട്ട് അറിയപ്പെട്ടിട്ടില്ല. നമുക്ക് ഫിർഔനെ പറ്റി മൂസാ നബിയുടെ ശത്രുവായ ഫിർഔനെ നമുക്കറിയുള്ളൂ. അപ്പോൾ ആ ഫിർഔനും കളവാക്കി. ഫിർഔൻ എന്ന് പറഞ്ഞതും ഒരു കുടുംബ സമൂഹത്തിൻ്റെ പേരാണ്. ദുൽ ഔതാദ്, കുറ്റികളുള്ള ഫിർഔൻ. ഒത്തിത് എന്ന് പറഞ്ഞാൽ കുറ്റീന. കുറ്റികൾ എന്ന് പറഞ്ഞാൽ വളരെ ശക്തികളുള്ള, ഭൂമിയിൽ അടിസ്ഥാനപരമായി വേരും
അധികാരവുമുള്ള ആളുകൾ എന്ന അർത്ഥത്തിലാണ് ഒ ഫിർഔനു ദുൽ ഔത്താദ്, നല്ല ഒത്തുതുകളുള്ള എന്ന് പറയുന്നത്. അതായത് വലിയ സൈന്യങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന്, വലിയ ശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒത്തുത് എന്ന് പറഞ്ഞാൽ കുറ്റീന, തമ്പടിക്കുന്ന കുറ്റികൾക്ക്. അപ്പം തമ്പ് ഭൂമിയിൽ ഉറക്കണമെങ്കിൽ ഭൂമിയിലേക്ക് ആഴത്തിൽ കുറ്റി അടിക്കണം, എന്നാലേ കാറ്റിൽ വീഴാതിരിക്കുള്ളൂ. അപ്പോൾ ഫിർഔൻ സമൂഹം ഭൂമിയിൽ അവരുടെ ആധിപത്യം കുറ്റിയടിച്ച് ഉറപ്പിച്ച പോലെ ശക്തിയുള്ളവരായിരുന്നു. അതുകൊണ്ട് മഹാശക്തന്മാരും വലിയ സൈനിക ശേഷിയുള്ള ഫിർഔനിൻ്റെ ആളുകളും കളവാക്കി. പിന്നെ സമൂദ് സമൂഹവും കളവാക്കി. സമൂദ് എന്ന് പറയുന്നതും ഇതുപോലെ ഒരു പിതാമഹൻ്റെ പേരായിരിക്കണം ആണെന്നാണ് പറയുന്നത്. ആ സമൂദിലേക്ക് അയക്കപ്പെട്ട നബിയുടെ പേര് സ്വാലിഹ് അലൈഹിസ്സലാം. ആ സ്വാലിഹ് നബിയുടെ അനുയായികളായ സമൂദ് ഗോത്രവും കളവാക്കി. വഖൗമു ലൂത്തിൻ, ലൂത്തിൻ്റെ ജനതയും കളവാക്കി. ലൂത്തിൻ്റെ ജനത എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരപുത്രനാണ് ലൂത്ത് അലൈഹിസ്സലാം. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളുമായിട്ടുള്ള സദൂം എന്ന പ്രദേശത്താണ് അവർ താമസിച്ചിരുന്നത്. അവർക്ക് വേറെ പേരൊന്നുമില്ല, കൗമുലൂത്ത് എന്നായിരുന്നു അവരുടെ സമൂഹത്തിൻ്റെ പേര്. ലൂത്തിൻ്റെ കൗമു ആയത് കൗമു ലൂത്ത്, കൗമു നൂദ്, നോഹ് എന്നൊക്കെയാണ് ലൂത്തിൻ്റെ സമൂഹവും. അസ്ഹാബുൽ ഐക്കത്തി, ഐക്കത്തിൻ്റെ ആളുകളും മരക്കൂട്ടത്തിൻ്റെ ആളുകളും കളവാക്കിയത്. അതായത് മരക്കൂട്ടങ്ങൾ ധാരാളമായി ഉള്ള ഒരു പ്രദേശത്ത് താമസിച്ചിരുന്ന ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹത്തിനെയാണ് അസ്ഹാബുൽ ഐക്കത്ത് എന്ന് പറയപ്പെടുന്നത് എന്ന് മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഐക്കത്ത് എന്ന് പറഞ്ഞാൽ മരക്കൂട്ടം എന്നാണ്. അപ്പോൾ അസ്ഹാബുൽ ഐക്കത്ത് എന്ന് പറഞ്ഞാൽ ഐക്കത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്നത് ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹമായിരുന്നു എന്ന് പറയപ്പെടുന്നു. മദിയനിലും അങ്ങനെ തന്നെയാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് അസ്ഹാബുർ റസ് എന്ന് പറയുന്ന വേറൊരു സമൂഹവും ഉണ്ടായിരുന്നു. ഇവരൊക്കെയാണ്. ചരിത്രാതീത കാലം ഉണ്ടായതുകൊണ്ട് അവരെ പറ്റിയൊക്കെയുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഖുർആനിലില്ല. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. അവരൊക്കെ കളവാക്കി എന്ന് പറഞ്ഞു, അവരുടെ ആ കൗമിൻ്റെ പേരും പറഞ്ഞു, അത് മാത്രമേ ഉള്ളൂ, അസ്ഹാബുൽ ഐക്കത്ത്. പിന്നെ അവരും കളവാക്കി. ഉലായിക്കൽ അഹ്സാബ്, അവരൊക്കെയാണ് ആ കക്ഷികൾ. അൽ അഹ്സാബ് എന്ന് പറഞ്ഞ കക്ഷികൾ. ഖുർആനിൽ അൽ അഹ്സാബ് എന്ന് പറയുന്ന കക്ഷികളുണ്ട്. എന്താണ് അഹ്സാബ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കക്ഷി എന്നാണ്. ഹിസ്ബ് എന്ന് പറഞ്ഞാൽ കക്ഷി എന്നാണ്. നമ്മളെ പാർട്ടി എന്നറിയാലോ, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി, മുസ്ലിം ലീഗ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാർട്ടി എന്നാണ് ഇന്നത്തെ അഹ്സാബിൻ്റെ അർത്ഥം. ഹിസ്ബ് ഒരാൾക്കൂട്ടം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അൽ അഹ്സാബ്, അവരാണ് അഹ്സാബ് എന്ന് പറയുന്നത്. അള്ളാഹു തആല ഒരു സമൂഹത്തെ കുറേ ആളുകളെ നശിപ്പിച്ചതായിട്ട് ഖുർആനിൽ അഹ്സാബുകളെ പറ്റി പറയുന്നുണ്ട്. ആ നശിപ്പിക്കപ്പെട്ട അഹ്സാബുകൾ അവരൊക്കെയാണ്. അവർ കളവാക്കിയപ്പോൾ അള്ളാഹു തആല അവരെ നശിപ്പിച്ചു. ഉലായിക്കൽ അഹ്സാബ്, അവരാണ് ശിക്ഷയ്ക്ക് വിധേയമായ കക്ഷികൾ എന്നർത്ഥം. ഭാഷാർത്ഥം ഉലായിക്കൽ അഹ്സാബ് എന്ന് പറഞ്ഞാൽ അവരാണ് കക്ഷികൾ. അതായത് ഉലായിക്കൽ അഹ്സാബ് അല്ലദീന അഹ്ലക്കഹുമുല്ലാഹ്, അള്ളാഹു തആല ശിക്ഷിച്ച ആ കൂട്ടരാണ് അവരൊക്കെ. ഇൻ കുല്ലുൻ ഇല്ലാ കദ്ദബർ റുസുല, അവരൊക്കെ തന്നെ, കുല്ലുൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും, ഇൻ കുല്ലുൻ ഇല്ലാ കദ്ദബർ റുസുല, അവരൊക്കെ തന്നെ മുർസലുകളെ കളവാക്കാതിരുന്നിട്ടില്ല. അപ്പം അള്ളാഹു തആല അവരെ നശിപ്പിച്ചത് മുർസലുകൾ സത്യസന്ധമായി പറഞ്ഞിട്ട് അത് സത്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയിട്ടും മുർസലുകളെ വ്യാജമാക്കി. ഇതെന്താവും അള്ളാഹു തആല നമ്മളെന്തിനാ പറയുന്നത്? കഥ പറഞ്ഞു തരല്ല. മുർസലുകൾ നമുക്ക് കൃത്യമായി, ഇപ്പോൾ ഈ അമ്പിയാക്കന്മാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് എന്താ? നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നും പഠിപ്പിച്ചിട്ടില്ല. നമുക്ക് മോശമായി തോന്നുന്ന ഒന്നുമില്ല. മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, കളവ് പറയരുത്, ഉപദ്രവിക്കരുത്, അള്ളാഹുവിൽ വിശ്വസിക്കണം, അച്ചടക്കത്തിൽ ജീവിക്കണം, ആരാധിക്കണം, സമയം നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ നല്ല നല്ല ഉപദേശങ്ങളാണ്. അത് ഏതൊരു സാമാന്യ ബുദ്ധിക്കും ശരിയാണ് എന്ന് ബോധ്യമുള്ളതാണ്. ആ ബോധ്യമുള്ള കാര്യങ്ങളെ കളവാക്കിയിട്ട് ധിക്കരിച്ചപ്പോൾ അള്ളാഹു തആല അവരെ നശിപ്പിച്ചു. അതുപോലെ നിങ്ങളെയും അള്ളാഹു തആല നശിപ്പിക്കും എന്ന സൂചന
ഇതിലുണ്ട്. ഇൻകുല്ലുൻ ഇല്ലാ കദബർ റുസുല, അവരൊക്കെ തന്നെ മുർസലികളെ. റസൂല് എന്ന് പറഞ്ഞാൽ ദൂതൻ, ആ വാവാണ്ട് ഒഴിവാക്കിയിട്ട് റുസുല് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബഹുവചനമാണ് ദൂതന്മാർ. ഇൻകുല്ലുൻ ഇല്ലാ കദബർ റുസുൽ, അവരൊക്കെ ദൂതന്മാരെ കളവാക്കാതിരുന്നിട്ടില്ല. ഫഹഖ ഇഖാബ്, അപ്പോൾ ഇഖാബ് അവർക്ക് സാക്ഷാത്കരിച്ചു, ഉറപ്പായി കഴിഞ്ഞു. ഹക്ക എന്ന് പറഞ്ഞാൽ അവർക്ക് ഹക്കായി, അവർക്ക് ഉറപ്പായി, ഹക്കായിട്ടും അവർക്ക് വന്നു. എന്ത്? ഇഖാബ്, അദാബ്, ഇഖാബ് ഒക്കെ ഒരേ അർത്ഥമാണ്. ശിക്ഷ, അള്ളാഹുവിൻ്റെ ഇഖാബ്, അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് ഉറപ്പായി കഴിഞ്ഞു. എന്തുകൊണ്ട്? അമ്പിയാക്കന്മാരെ കളവാക്കിയത് കൊണ്ട്, അമ്പിയാക്കന്മാർ അവരോട് പറഞ്ഞ സതുപദേശങ്ങൾ സ്വീകരിക്കാതെ അവർ തള്ളിക്കളഞ്ഞതുകൊണ്ട് ഫഹഖ ഇഖാബ്, അവർക്ക് ശിക്ഷ ഉറപ്പായി കഴിഞ്ഞു. അതുപോലെ നിങ്ങളും അമ്പിയാക്കന്മാരെ തള്ളിക്കളയുകയും കളവാക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ ശിക്ഷ കിട്ടും. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. ഏതാ സൂറത്ത്? സജദ. സുബൈക്ക്, വെള്ളിയാഴ്ച സുബൈക്ക് ഓരോന്ന സജദ. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ, ആ ധിക്കാരികളെ നാം ആസ്വദിപ്പിക്കും, രുചിപ്പിക്കും. മിനൽ അദാബിൽ അദ്നാ, ദുനിയാവിലെ ശിക്ഷ. ദൂനൽ അദാബിൽ അക്ബർ, പരലോകത്തെ വലിയ ശിക്ഷയ്ക്ക് മുമ്പ് ദുനിയാവിൽ നിന്ന് തന്നെ അവർക്ക് ശിക്ഷ നാം അനുഭവിപ്പിക്കും, ആസ്വദിപ്പിക്കും. അപ്പോൾ അവർക്ക് പരലോകത്ത് കൗമുലൂത്താവട്ടെ, കൗമു ഫിറൗനാവട്ടെ, അതുപോലെ അസ്ഹാബുൽ ഐക്കത്ത്, അവർക്കൊക്കെ പരലോകത്ത് അദാബുൽ അക്ബറുണ്ട്. ആ അദാബുൽ അക്ബറിൻ്റെ പുറമെ ഇഹലോകത്തും അവർക്ക് അല്ലാഹു തആല ശിക്ഷ ഉറപ്പാക്കി കഴിഞ്ഞു. ഉമാ യൻളുറു ഹൗലാഇ, ഇവർ നോക്കിയിരിക്കുന്നില്ല. നളറ എന്ന് പറഞ്ഞാൽ നോക്കി, അല്ലെങ്കിൽ അവർ കാത്തിരിക്കുന്നില്ല. ഞാൻ അയാളെ നോക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ബസ് നോക്കിയിരിക്കുകയാണ്, കോഴിക്കോട്ടേക്കുള്ള ബസ് നോക്കിയിരിക്കുകയാണ്. എന്താ? ബസ് കാത്തിരിക്കുകയാണ് എന്ന്. അതാ ഉമാ യൻളുറു ഹൗലാഇ, ഈ കൂട്ടർ കാത്തിരിക്കുന്നില്ല, നോക്കിക്കാത്തിരിക്കുന്നില്ല. ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, ഒരൊറ്റ അട്ടഹാസമല്ലാതെ. സൈഹത്ത് എന്ന് പറഞ്ഞാൽ അട്ടഹാസം. സാഹ, അട്ടഹസിച്ചു. സൈഹത്തൻ വാഹിദത്തൻ, ഒരൊറ്റ അട്ടഹാസം. അട്ടഹാസം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഭൂമി പൊട്ടിപ്പിളർന്നുകൊണ്ടോ അല്ലെങ്കിൽ ആകാശത്തിൽ നിന്ന് ഇടുത്തി വീണുകൊണ്ടോ ഏതെങ്കിലും തരത്തിൽ വലിയ മഹാസ്ഫോടനമുണ്ടായിക്കൊണ്ടോ ഒക്കെയുള്ള അട്ടഹാസങ്ങളാണ്. അങ്ങനെയാണ് അല്ലാഹു തആല അവരൊക്കെ നശിപ്പിച്ചത്. അതാണ് ആ നശിപ്പിച്ച സമൂഹത്തെ, അവരാ നാശത്തെ അല്ലാതെ, സയ്യത്തം വാഹിരത്തൻ, അവരെ നശിപ്പിക്കുന്ന ഒരു അട്ടഹാസമല്ലാതെ എന്ന് പറഞ്ഞാൽ ഘോരമായ ശിക്ഷയല്ലാതെ അവർ കാത്തിരിക്കുന്നില്ല. മാ ലഹും മിൻ ഫവാഖ്, അവർക്ക് മാ ലഹാ മിൻ ഫവാഖ് അല്ല, മാ ലഹാ മിൻ ഫവാഖ് എന്ന ഇനി മാ ലഹു എന്ന് പറയോടുണ്ട് ആവട്ടെ. മാ ലഹാ മിൻ ഫവാഖ്, അവർക്കൊരിക്കലും അതിൽ നിന്നൊരു മടക്കമില്ല. ആ അട്ടഹാസം കേട്ടാൽ പിന്നെ ആ സമൂഹത്തിന് ആ അട്ടഹാസത്തിനൊരു മടക്കമില്ല. അത് അവരെ അവസാനത്തെ അട്ടഹാസമായിരിക്കും. അതല്ലാതെ അവർ കാത്തിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അതേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നതല്ലാതെ, മടങ്ങാൻ പറ്റാത്ത ഒരു ശിക്ഷയല്ലാതെ അവർക്കൊന്നും കാത്തിരിക്കാനില്ല. അതായത് പിന്നെ അതായത് പശുവിനെ കറന്നെടുത്തിട്ട് പിന്നെ ആ പാല് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കണ്ട് പോവില്ലോ. കണ്ടെടുത്താൽ പിന്നെ അവിടെ തന്നെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഒരു അത്ര കുറഞ്ഞ സമയം, ഒരു തിരിച്ചു പോകാനുള്ളൊരു ഇടവേള എന്നുള്ള ഒരു ഇടവേള, ഒരു നിസ്സാരമായ ഇടവേള, അല്ലെങ്കിൽ ഒരു മടക്കം, ഒരു 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 ചെറിയ അവസരം എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതാണ് ഒരു മടക്കമില്ലാത്ത, ഒരു തിരിച്ചു പോകാനുള്ള അവസരമില്ലാത്ത ഒരു സൈഹത്ത് മാത്രമാണ് അവർക്ക്. അതിനെയല്ലാതെ കാത്തിരിക്കുന്നില്ല. പിന്നെ വഖാലു, അവർ പറഞ്ഞു, അവർ പറയാണ്, ആ ശിക്ഷയ്ക്ക് മുമ്പ് അവർ പറഞ്ഞത് എന്താ? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ. അള്ളാഹിനോടാണ് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹിനോടാണ് അവർ പറയുന്നത്, കളിയാക്കി പറയാണ്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ,
അജ്ജില്ലന ഞങ്ങൾക്ക് നീ ധൃതിയായിട്ട് വേഗത്തിൽ താ. അജ്ജല എന്ന് പറഞ്ഞാൽ ധൃതി കൂട്ടി. അജ്ജില്ലന ഞങ്ങൾക്ക് നീ വേഗത്തിൽ കൊണ്ടോ. ഖിത്തന ഞങ്ങളുടെ ആ വിഹിതം, അതായത് ഞങ്ങൾക്ക് തരാനുള്ളൊരു ശിക്ഷ ഉണ്ടല്ലോ, അത് വേഗം ഇട്ട് തന്നാളാ. ഖബല യൗമിൽ ഹിസാബ് വിചാരണ ദിവസത്തിൻ്റെ മുമ്പ് ആ ശിക്ഷ വേഗം താ എന്ന് അവർ പറയുന്നു. എല്ലാ നബിമാരുടെയും അനുയായികൾ അതാണ്. എന്തുകൊണ്ട് ഈ ശിക്ഷ വേഗത്തിൽ തരുന്നില്ല? ഇന്നും അങ്ങനെ തന്നെയാണല്ലോ. ഈ അള്ളാഹുവിനെ പരിഹസിക്കുന്നവരും ദീനിനെ നരകത്തെപ്പറ്റിയൊക്കെ പറയുമ്പോൾ ഇത് അങ്ങനെയാണെങ്കിൽ ആ നരകം എന്താ ഞങ്ങൾക്ക് കിട്ടാത്തത്, ഞങ്ങളും നിങ്ങളെ പോലെ തന്നെയല്ലേ എന്നൊക്കെ പറയുന്ന ആളുകളെ നമുക്ക് കാണാം. അതാണ് അജ്ജില്ലന. അള്ളാഹു തആല ആ തരത്തിൽ അള്ളാഹുവിനെ പരിഹസിച്ചുകൊണ്ട് ശിക്ഷ ചോദിച്ചു വാങ്ങുന്നവർക്ക് അള്ളാഹു തആല അവസരം കൊടുക്കുകയാണ് ഏതെങ്കിലും ഒന്ന് പശ്ചാത്തപിച്ച് മടങ്ങാൻ. അപ്പോൾ വഖാലു അജ്ജില്ലന ഖിത്തന, ഞങ്ങളുടെ ഖിത്ത് എന്ന് പറയുന്നത് പൂച്ച എന്നർത്ഥമുണ്ട്, ഖിത്ത്. പിന്നെ ഓഹരി കഷ്ണം എന്നർത്ഥമുണ്ട്, കഷ്ണം. ഇവിടെ ഞങ്ങളൊരു കഷ്ണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിഹിതം. ഖിത്ത് അത്ത് എന്നുള്ള അർത്ഥത്തില്ല, ഖിത്ത് 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 എന്ന് പറയും. നസീബ്, നസീബ് ഹല്ല് എന്നൊക്കെ പറയും. ഹല്ല് നസീബ്, നസീബ് അവർക്കൊരു ഓഹരിയില്ല. ഖിത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മത്റുൻ ഖിത്ത് ഖിത്ത് എന്ന് പറയും. അല്ലാഹു അൻസിൽ അലീന മാ അൻ ഖിത്ത് ഖിത്ത് എന്ന് പറഞ്ഞാൽ തുള്ളി തുള്ളിയായി വരുന്ന പിന്നെ മഴ, അത് വലിയ വലിയ തുള്ളികൾ വരുന്നതിന് ഖിത്ത് ഖിത്ത് എന്ന് പറയും. ഇംഗ്ലീഷിൽ ക്യാറ്റ് ആൻഡ് ഡോഗ് എന്ന് പറയുന്ന മഴേനെ പറ്റി ക്യാറ്റ് ആൻഡ് ഡോഗ് എന്ന് പറയും. വലിയ വലിയ മഴ വരുന്നത്, വലിയ തുള്ളിയും ചെറിയ തുള്ളിയായിട്ട് വരുന്നത്, അതിന് ഖിത്ത് ഖിത്ത് എന്ന് പറയുള്ളൂ. ആ ഖിത്താണ് കഷ്ണം, അല്ലെങ്കിൽ ഞങ്ങളുടെ വിഹിതം, ഞങ്ങളെ ഓഹരിയുണ്ട് എന്നാളാണ്. അജ്ജില്ലന ഖിത്തന, ഞങ്ങൾക്ക് തരാൻ വേണ്ടി അമ്പിയാക്കൾ ഇവരൊക്കെ പറയേണ്ട ഒരു ശിക്ഷ ഉണ്ടല്ലോ, ആ ഓഹരി ഞങ്ങൾക്ക് കൊണ്ട് വേഗത്തിൽ താ. ഖബല യൗമിൽ ഹിസാബ് വിചാരണ ദിവസത്തിൻ്റെ മുമ്പ് എന്ന് അവർ അമ്പിയാക്കന്മാരെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്. അതാണ് അതിൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത്. അജ്ജില്ലന ഖിത്തന ഖബല യൗമിൽ ഹിസാബ്, ഹിസാബിൻ്റെ മുമ്പ്. ഇസ്ബിർ. അപ്പോൾ അങ്ങനെ അവർ അള്ളാഹിനെയും പരിഹസിക്കുന്നു, നബിയെയും പരിഹസിക്കുന്നു. നബിക്ക് അവർക്ക് ശിക്ഷ കൊടുക്കാൻ കഴിയുമല്ലോ, എന്നാൽ അള്ളാഹിനോട് പറയും ഞങ്ങളുടെ ആ ഓഹരി വേഗം തന്നാളെന്ന് പറയുമ്പോൾ നബി അവരുടെ മുമ്പിൽ ഒരു തരം നിസ്സഹായതയുണ്ട്. കാരണം അവരെ ശിക്ഷിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ നബിക്ക് അവരെ ശിക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ അള്ളാഹു പറയാണ് ഇസ്ബിർ അലാ മാ യഖൂലൂൻ, ഇസ്ബിർ നബിയെ നിങ്ങൾ ക്ഷമിക്കുക, അലാ മാ യഖൂലൂൻ അവർ പറയുന്ന കാര്യത്തിന്മേൽ നിങ്ങൾ ക്ഷമിക്കുക. ആ ശിക്ഷ കൊണ്ട് കൊണ്ടോന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചോനെ ഇവർക്ക് നീ ശിക്ഷ ഇറക്കി കൊടുക്കണേ എന്ന് നബിയോട് പ്രാർത്ഥിക്കാനുള്ള ആവശ്യപ്പെട്ടിട്ടില്ല. അത് അള്ളാഹിൻ്റെ തീരുമാനമാണ്. ചിലപ്പോൾ അപ്പം ശിക്ഷിക്കും, ചിലപ്പോൾ ശിക്ഷിക്കാതിരിക്കും. അപ്പോൾ ഇസ്ബിർ അലാ മാ യഖൂലൂൻ, അവർ പറയുന്ന കാര്യത്തിൽ നബിയെ താങ്കൾ ക്ഷമിക്കുക. പിന്നെ ഒദ്കുർ നിങ്ങൾ ഓർക്കുക. എന്നിട്ട് ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ക്ഷമിച്ച ഒരു പ്രവാചകൻ്റെ മാതൃക അള്ളാഹു തആല പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒദ്കുർ താങ്കൾ ഓർക്കുക, അബ്ദന നമ്മുടെ ദാസനായിട്ടുള്ള ദാവൂദ് നബി അലൈഹി സ്വലാമിനെ. ദൽ ഐദി നല്ല ശക്തിയുള്ളവനായിരുന്നു അദ്ദേഹം. ഐദ് എന്ന് പറഞ്ഞാൽ ശക്തി എന്നാണ്. ദൽ ഐദി ശക്തനായ ദാവൂദ് നബി അലൈഹി സ്വലാം. ഇന്നഹു അവ്വാബ് തീർച്ചയായും അദ്ദേഹം വളരെ കൂടുതൽ ഖേദിച്ച് മടങ്ങുന്നവനായിരുന്നു. അപ്പോൾ ആ ശക്തി എന്താണ്? ദാവൂദ് നബി അലൈഹി സ്വലാമിന് പലതരത്തിലുള്ള ഭൗതികമായ ശക്തി ഉണ്ടായിരുന്നു. ജാലൂത്തിനെ കൊന്ന് 12ാമത്തെ വയസ്സിലാണ് ജാലൂത്തിനെ ദാവൂദ് നബി അലൈഹി സ്വലാം കൊല്ലുന്നത്. വഖത്തല ദാവൂദു ജാലൂത്ത, ജാലൂത്ത് പറഞ്ഞ ഗൊലിയോട്ട് രാജാവിനെ കൊല്ലുന്നത് 12ാമത്തെ വയസ്സിലാണ്. താലൂത്തിൻ്റെ കീഴിലുള്ള പട്ടാളക്കാരുടെ കൂട്ടത്തിൽ ഒരു ഏറ്റവും ചെറിയ 12 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു ദാവൂദ്. ആ സൂറത്ത് ബഖറയിൽ അത് പറയുന്നുണ്ട്. തിൽക്ക റസൂലു എന്നുള്ള 3ാമത്തെ ജുസിൻ്റെ ഭാഗത്ത് വഖത്തല ദാവൂദു ജാലൂത്ത. അപ്പം അദ്ദേഹത്തിന് ശാരീരികമായ ശക്തി ഉണ്ടായിരുന്നു, ഈമാനികമായ ശക്തിയും ഉണ്ടായിരുന്നു. അദ്ദേഹം വളർന്നു വലുതായപ്പോൾ കുറച്ചും കൂടിയും ഇബാദത്തിലും
അദ്ദേഹത്തിന് കൂടുതൽ ശക്തിയായി ഇബാദത്ത് ചെയ്യാനുള്ള കരുത്തുണ്ടായിരുന്നു. അപ്പോൾ പലതരത്തിലുള്ള കഴിവുകളുമുള്ള ശക്തികളുമുള്ള ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ താങ്കൾ ഓർക്കുക. ഇന്നഹു അവ്വാബ്, അദ്ദേഹം അവ്വാബാണ്. അവ്വാബ് എന്ന് പറഞ്ഞാൽ തവ്വാബിൻ്റെ അതേ അർത്ഥമാണ് അവ്വാബ്. തവ്വാബ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നക അൻത തവ്വാബുർ റഹീം എന്ന് പറഞ്ഞല്ലോ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവൻ. അവ്വാബ് എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്, പശ്ചാത്തപിച്ച് മടങ്ങുന്നവനായിരുന്നു എന്ന് പറഞ്ഞാൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പശ്ചാത്താപം പല നിലക്കും. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നിങ്ങൾ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നോമ്പ് നോൽക്കണം. ഏത്? അള്ളാഹു തആല തൗബ സ്വീകരിക്കുന്നവനുണ്ട്, തായിബ്, പിന്നെ ആ അർത്ഥം തന്നെ. തായിബ് എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യുന്നവനുമുണ്ട്, തവ്വാബ് സ്വീകരിക്കുന്നവൻ. അള്ളയാണെങ്കിൽ തൗബ സ്വീകരിക്കുന്നവൻ. ഇന്നക്കാലത്ത് തവ്വാബിൻ്റെ അവിടെ അതാണ്. അതേ അവസരത്തിൽ തവ്വാബുർ റഹീം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്നത്. അതിൽ തന്നെയാണ് താപ വരുന്നത്, തൗബ, തവ്വാബ്. കൂടുതൽ തായിബ്, തവ്വാബ്. അറബി ഭാഷ അനുസരിച്ച് തായിബ് എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യുന്നവൻ, തവ്വാബ് കൂടുതൽ തൗബ ചെയ്യുന്നവൻ. ഫഅലൂസന്. അതുപോലെ ആയിബ് മടങ്ങുന്നവൻ. താബ എന്ന് പറഞ്ഞാൽ മടങ്ങി, അതന്നെ ആയിബ്. അതിൽ നിന്നാണ് അവ്വാബ്, മടങ്ങുന്നവൻ. മനുഷ്യനാണെങ്കിൽ തൗബ ചെയ്യുന്നവൻ എന്നും അള്ളയാണെങ്കിൽ തൗബ സ്വീകരിക്കുന്നവൻ എന്ന രണ്ടർത്ഥമാണ് അതിനുള്ളത്. അപ്പോൾ അള്ളാഹു ഈ അവ്വാബിൻ്റെ അർത്ഥം തവ്വാബാണെന്ന് മാത്രം, അതേ ഉള്ളൂ. അദ്ദേഹം തവ്വാബായിരുന്നു. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നിങ്ങൾ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നമസ്കാരം നമസ്കരിക്കണം. അതെന്താ? ദാവൂദ് നബി അലൈഹി ഇസ്ലാം രാത്രി 1/3 എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിച്ചിരുന്നു, പിന്നെ കിടന്നുറങ്ങുകയും ചെയ്തിരുന്നു. അതുപോലെ ദാവൂദ് നബി അലൈഹി ഇസ്ലാം ഒരു ദിവസം നോമ്പ് നോൽക്കും, വേറെ ദിവസം നോമ്പ് മുറിക്കും. എല്ലാ ദിവസവും നോമ്പ് നോൽക്കാൻ വേണ്ടി സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, അത് വേണ്ട, എല്ലാ ദിവസവും നിങ്ങളെ കൊണ്ട് നോമ്പ് നോൽക്കാൻ കഴിയൂല. നേരെ മറിച്ച് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നോമ്പ് നോറ്റോളി, ഒരു ദിവസം നോറ്റോളി, പിന്നെ ഒരു ദിവസം മുറിച്ചാളി, പിന്നെ ഒരു ദിവസം നോറ്റോളി. അങ്ങനെ എല്ലാ കാര്യത്തിലും ഇബാദത്തിന് നല്ല ശക്തിയുള്ള ആളും അതുപോലെ അള്ളാഹുവിങ്കലേക്ക് കേരിച്ച് മടങ്ങുന്ന ആളുമൊക്കെ ആയിരുന്നു ദാവൂദ് നബി അലൈഹി ഇസ്ലാം. ആ രാജാവായിരുന്നു, അദ്ദേഹത്തിന് ഭരണാധികാരമുണ്ടായിരുന്നു, പലതരത്തിലുള്ള ശക്തി ഉണ്ടായിരുന്നു. അവിടെ ഇവിടെ വരുന്നുണ്ട്. അദ്ദേഹം രാജാവും ജനങ്ങളുടെ ഇടയിൽ വിധികർത്താവും ഒക്കെ ആയിട്ട്. ഇപ്പം സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ പിതാവാണ് ദാവൂദ് നബി അലൈഹി സ്വലാം. സുലൈമാൻ നബി അലൈഹി സ്വലാമും വലിയ മഹാരാജാവായിരുന്നു. അത്ര ഇല്ലെങ്കിലും വലിയ ശക്തി അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു, ദാവൂദ് നബി അലൈഹി സ്വലാമിന്. പക്ഷേ അദ്ദേഹത്തിന് അള്ളാഹു തആല ഒരു പരീക്ഷണം നടത്തി. അതാണ് ആയത്തിൽ വരുന്നത്. ദാവൂദ് നബി അലൈഹി സ്വലാം കൂടുതൽ തൗബ ചെയ്ത് പഠിച്ചവനോർക്ക് മടങ്ങി അള്ളാഹുവിങ്കിലേക്ക് അങ്ങോട്ട് വിലയം പ്രാപിച്ച് അദ്ദേഹം ഒരു മെഹ്റാബ് ഉണ്ടാക്കി, ആരാധനാ മണ്ഡപം ഉണ്ടാക്കി. അതിലേക്ക് ആരും കടക്കാൻ പാടില്ല, അങ്ങോട്ട് ആരും കടത്തിവിടാൻ പാടില്ല എന്നും പറഞ്ഞ് ആരാധനയിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മെഹ്റാബിൻ്റെ വാതിൽക്കൽ കൂടിയല്ലാതെ മതിൽ ചാടി 2 ആൾക്കാർ വന്ന ഒരു സംഭവം ഇതിൽ വിവരിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തെ അല്ലാഹു തആല പരീക്ഷിച്ചതായിരുന്നു. കാരണം ജനങ്ങളിലേക്ക് ദഅവത്ത് നടത്താനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർക്ക് മതവിധികൾ പറഞ്ഞു കൊടുക്കാനും വേണ്ടി നിശ്ചയിച്ച ആ പ്രവാചകൻ പശ്ചാത്തപിച്ച് ഒറ്റയ്ക്കിരുന്ന് മെഹ്റാബിലിരുന്ന് ആരാധിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിന് അല്ലാഹു തആല ഒരു വലിയ പരീക്ഷണം കൊടുത്തതായിരുന്നു എന്ന് പറയുന്നുണ്ട്, താഴെ വരുന്നുണ്ട്. അത് ഇപ്പോൾ സബറിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ദാവൂദ് നബി അലൈഹി സ്വലാമിനെ നീ ഓർക്കുക. ഇന്നഹു അവ്വാബാണ്, അദ്ദേഹം കൂടുതൽ അള്ളാഹുവിങ്കലേക്ക് റജാഉൻ ഇലല്ലാഹി തആല. അതാണ് അവ്വാബിൻ്റെ അർത്ഥം പറഞ്ഞാൽ അതാണ്. റജാഉൻ ഇലല്ലാഹി ഫി ജമീഇൽ ഉമൂർ, എല്ലാ കാര്യത്തിലും അള്ളാഹുവിങ്കലേക്ക് മടങ്ങുന്ന ആളായിരുന്നു. ബിൽ ഇനാബത്തി ഇലൈഹി, അദ്ദേഹത്തിലെ അള്ളാഹുവിങ്കലേക്ക് അങ്ങോട്ട് തിരിച്ചു ചെന്നുകൊണ്ട്, ബിൽ ഹുബ്ബി സ്നേഹം കൊണ്ടും, വത്തഅല്ലുഹി ആരാധിച്ചുകൊണ്ടും, വൽ ഖൗഫി പേടിച്ചുകൊണ്ടും, വറജായി പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും, വകസ്റത്തി തളർറോയി കൂടുതൽ വിനയം കാണിച്ചുകൊണ്ടും, വദ്ദുആഇ കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടും, റജാഉൻ ഇലൈഹി അവനിലേക്ക്
മടങ്ങിപ്പോകുന്നവനായിരുന്നു. ഇന്തമാ യഖഉ മിൻഹു ബഅ്ദുൽ ഖലൽ, എന്തെങ്കിലും ചെറിയ ഖലൽ വീഴ്ചകൾ വന്നാൽ കൂടുതൽ പശ്ചാത്തപിക്കും. അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാമിന് നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ്. ചെറിയൊരു വീഴ്ച വന്നപ്പോഴേക്ക് അദ്ദേഹം കൂടുതൽ അള്ളാഹുവിങ്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി. അതാ ബിത്തൗബത്തിൻ നസൂഹ്, ആത്മാർത്ഥമായ തൗബ കൊണ്ട് അള്ളാഹുവിങ്കലേക്ക് മടങ്ങി വന്നു അദ്ദേഹം. അതാണ് ഇനി ആ വിഷയം പറയാണ്. ഇത് അദ്ദേഹത്തിന് ഇന്ന സഖർന, അദ്ദേഹത്തിൻ്റെ ശക്തി പറയുന്നതാണ്. ഇന്ന സഖർനൽ ജിബാല, അദ്ദേഹത്തിന് നാം മലകളെ, ജബല് മല, ജിബാൽ മലകൾ, മലകളെ നാം അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. യുസബ്യഹന, ആ പർവ്വതങ്ങൾ പ്രകീർത്തനങ്ങൾ നടത്തുന്നു. ബിൽ അശിയി, വൈകുന്നേരവും, വൽ ഇഷ്റാഖ്, രാവിലെയും, ഷുറൂഖിൻ്റെ നേരത്തും വൈകുന്നേര സമയത്ത്. അശിയി എന്ന് പറഞ്ഞാൽ, ഇഷാ എന്ന് പറഞ്ഞാൽ സായാഹ്നം, രാത്രിക്കാളുള്ള ഇഷാ എന്ന് പറയാം. അശിയി എന്ന് പറഞ്ഞാൽ അതാണ് വൈകുന്നേര സമയങ്ങൾ. ഇരുട്ടാനായ സമയങ്ങളും ഇരുട്ടിയ സമയങ്ങൾക്കും അശീ എന്ന് പറയും. ഇഷ്റാഖ് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് വരുന്ന സമയം. അതാണല്ലോ നമസ്കാരത്തിൽ ഷുറൂഖ് നമസ്കാരം എന്ന് പറയുന്നത്. ഷുറൂഖ് എന്ന് പറയുന്നത് എന്താ? ഉദയം എന്നാണ്. സൂര്യൻ ഉദിച്ച്, പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതുണ്ട്, സൂര്യൻ ഉദിച്ച് സുബൈ നമസ്കരിച്ച് പള്ളിയിൽ തന്നെ ഇരുന്ന് സൂര്യൻ ഉദിച്ച് അല്പം പൊങ്ങി വരുന്ന സമയം വരെ പള്ളിയിൽ കഴിച്ചു കൂട്ടുകയും എന്നിട്ട് 2 റക്അത്ത് നമസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്യുന്ന ആ നമസ്കാരത്തിനാണ് സലാത്തു ഷുറൂഖ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ പുണ്യമുള്ള നമസ്കാരമാണ്. അതാണ് ഇഷ്റാഖ്. നമ്മളെ ഈ സമയത്തിലൊക്കെ അതിൽ കാണാം ഷുറൂഖ്, ഷുറൂഖ് ഇതിൽ തുലൂ, ഉദയം എന്നുള്ള അർത്ഥത്തിലാണ് ഷുറൂഖ് എന്ന് പറയാം. അതാണ് അദ്ദേഹം വൈകുന്നേരവും രാവിലെയും എന്തായിരുന്നു? തസ്ബീഹ് ചൊല്ലിയിരുന്നു അള്ളാഹുവിന്. അതാ സഖർനൽ ജിബാലമാഹു യുസബ്ബിഹിന, ആ അദ്ദേഹത്തിൻ്റെ കൂടെ പർവ്വതങ്ങളും തസ്ബീഹ് ചൊല്ലിയിരുന്നു. ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം പറയുന്നിടത്തൊക്കെ പക്ഷികളും പർവ്വതങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹ് ചൊല്ലിയിരുന്നു എന്ന് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഹദീസുകളിലും കാണാം ദാവൂദ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ ചെല്ലുമ്പോൾ, സബൂറായിരുന്നു അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത വേദഗ്രന്ഥം, ആ കീർത്തനങ്ങൾ ചെല്ലുമ്പോൾ പർവ്വതങ്ങളിൽ നിന്നും ആ ഏറ്റു ചൊല്ലുന്ന ശബ്ദം കേട്ടിരുന്നു എന്നാണ്. അപ്പം നമുക്ക് തോന്നും മലകളൊക്കെ എങ്ങനെ മുണ്ടോ? അള്ളാഹു തആല മുണ്ടിച്ചിട്ടുണ്ടാകും. അതിന് പിന്നെ ഒരു മൊയ്ജിസത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത്. ആ മൊയ്ജിസത്ത് സമ്മതിക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം ഉറക്കം ഇങ്ങനെ ചെല്ലുമ്പോൾ പർവ്വതത്തിൽ നിന്ന് അതിൻ്റെ എക്കോ, അതിൻ്റെ പ്രതിധ്വനി ഉണ്ടാവും. അതാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ അതിനിപ്പോൾ ഒരു മൊയ്ജിസത്തല്ലല്ലോ. നമ്മളും ഒരു മറ്റേ മൂന്നാറിൽ പോയിട്ട് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ എക്കോ കൊണ്ട് കിട്ടും. അതൊരു മൊയ്ജിസത്തല്ല. പക്ഷേ ഇതൊരു മൊയ്ജിസത്ത് തന്നെയായിരുന്നു എന്നാണ്. പർവ്വതങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഒരു തരം പിന്നെ ആ ഒരു താളത്തിൽ ഒരു തസ്ബീഹ് അദ്ദേഹം ചൊല്ലിയിരുന്നു. മസാമീറു ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ താളത്തിലുള്ള കീർത്തനങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പർവ്വതങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ കീർത്തനങ്ങൾ നടത്തിയിരുന്നു. അതുപോലെ പക്ഷികൾ, പറന്നു പോകുന്ന പക്ഷികൾ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ തസ്ബീഹുകൾ കേട്ടുകഴിഞ്ഞാൽ ആകാശത്ത് അദ്ദേഹത്തിൻ്റെ മുകളിൽ, തലക്ക് മുകളിൽ ചിറകുകളിട്ടടിച്ചുകൊണ്ട് അവിടെ നിന്ന് ആ പക്ഷികളും അവരുടേതായ രൂപത്തിൽ കീർത്തനങ്ങൾ നടത്തിയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മൊയ്ജിസത്തായിട്ട് ഖുർആൻ പലയിടത്തും പറയുന്നുണ്ട്. അതാണ് ഇവിടെ യുസബ്യഹിന, ആ പർവ്വതങ്ങൾ പ്രകീർത്തനങ്ങൾ നടത്തുന്നു. ബിൽ അശിയി, വൈകുന്നേരവും, വൽ ഇഷ്റാഖ്, രാവിലെയും അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്ന നേരത്തും ഷുറൂഖിൻ്റെ നേരത്തും, വത്തൈറ, പക്ഷികളെയും അദ്ദേഹത്തിന് നാം കീഴ്പ്പെടുത്തി കൊടുത്തു. ഇന്നാ സഖർനൽ ജിബാലമാഹു, അദ്ദേഹത്തിൻ്റെ കൂടെ പർവ്വതങ്ങളെ കീഴ്പ്പെടുത്തി. വത്തൈറ, പക്ഷികളെയും, മഹശൂറത്തൻ, കൂട്ടം കൂടിക്കൊണ്ടിരിക്കുന്ന പക്ഷികൾ. മഹശൂറത്ത് എന്ന് പറഞ്ഞാൽ മഹ്സറ എന്ന് പറയും നമ്മൾ. മഹ്സറ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന, ഖിയാമത്ത് നാളിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തിനെയാണ് മഹ്ശർ, യൗമുൽ ഹസ്ർ എന്ന് പറയാം.
വത്തൈറ മഹശൂറത്ത്, മഹശൂറത്ത് അതാണ് ഹസർ, യൗമുൽ ഹസർ ഒരുമിച്ച് കൂടപ്പെടുന്ന ദിവസം, മഹ്ശറ ഒരുമിച്ച് കൂടപ്പെടുന്ന സ്ഥലം, അതാണ് മഹശൂറത്തൻ, പക്ഷികളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. അങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെട്ട പക്ഷികളെയും നാം അദ്ദേഹത്തിന് ഇന്നാ സഖർന, നാം കീഴ്പ്പെടുത്തി, അൽ ജിബാല മാഹു, അദ്ദേഹത്തിൻ്റെ കൂടെ പർവ്വതങ്ങളെയും, ഒത്തൈറ പക്ഷികളെയും കീഴ്പ്പെടുത്തി കൊടുത്തു. ഈ പക്ഷികളും ചിറകിട്ടടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രകീർത്തനങ്ങൾ, തസ്ബീഹുകൾ ചൊല്ലിയിരുന്നു എന്ന്. പിന്നെ കുല്ലുല്ലഹു അവ്വാബ്, എല്ലാം കുല്ലുല്ലഹു അവ്വാബ്, അവനോട് അവ്വാബ് കേരിച്ച് മടങ്ങുന്നവനായിരുന്നു. റജാഉൻ ഇലല്ലാഹി ഫീ ജമീഉൽ ഉമൂർ, എല്ലാ കാര്യത്തിലും അള്ളാഹുവിങ്കലേക്ക് മടക്കുന്ന ആളുകളായിരുന്നു ഇതെല്ലാം. വസദദ്ന, നാം ശക്തിപ്പെടുത്തി, ശദീദ് കഠിനമായത്, ശക്തമായത്, ശദ്ദ എന്ന് പറഞ്ഞാൽ കെട്ടിയെന്ന്. അപ്പം ശദീദ് എന്ന് പറഞ്ഞാൽ നല്ല കെട്ടി ഭദ്രമാക്കിയത് എന്ന് പറഞ്ഞാൽ ശക്തിപ്പെടുത്തി. സദദ്ന, നാം ശക്തിപ്പെടുത്തി. മുൽക്കഹു, അദ്ദേഹത്തിൻ്റെ അധികാരം. വ ആതൈനാഹു, അദ്ദേഹത്തിന് നാം നൽകുകയും ചെയ്തു. അൽ ഹിക്മത്ത, ജ്ഞാനം, ഹിക്മത്ത് ജ്ഞാനം. വ ഫസ്ലൽ ഖിതാബ്, തീർപ്പ് കൽപ്പിക്കാനുള്ള കഴിവും. ഹസുൽ ഖിതാബ് എന്ന് പറഞ്ഞാൽ സംസാരത്തിൻ്റെ ഇടയിൽ ശരിയും തെറ്റും വേർതിരിച്ച് തീർപ്പ് കൽപ്പിക്കാനുള്ള വിധി നിർണയ ജ്ഞാനമാണ് ഫസുലുൽ ഖിതാബ് എന്ന് പറയുന്നത്. ഏതൊരു വിഷയത്തിലും വിധി പറയാനുള്ള കഴിവ് അദ്ദേഹത്തിന് അല്ലാഹു തആല നൽകി. ജനങ്ങൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ വിധി പറയുക എന്നത് അമ്പിയാക്കന്മാരുടെ ബാധ്യതയായിരുന്നല്ലോ. ആ ബാധ്യതയിൽ കുറച്ചുകൂടി ഒരു രാജാവ് എന്ന നിലക്ക് അയ്യൂബ് നബി അലൈഹി സ്വലാമിന് ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള ആ അധികാര ശക്തിയും നാം നൽകിയിരുന്നു. ഫസ്ലുൽ ഖിതാബ് എന്നാണ്. ഫസ്ല് എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക, ഖിതാബ് സംസാരം വേർതിരിക്കാറിന ശരിയും തെറ്റും വേർതിരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് നൽകി. ദാവൂദ് നബി അലൈഹി സ്വലാമിന് ഭരണം ഉണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന് നുബുവത്ത് അല്ലാഹു തആല കൊടുത്തിരുന്നു, വേദഗ്രന്ഥം കൊടുത്തിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന് ഭക്തിയും തഖ്വയും ഖുശൂഉം ഒക്കെ അല്ലാഹു തആല കൂടുതൽ കൊടുത്തിരുന്നു. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് വിധി തീർപ്പ് കൽപ്പിക്കാനുള്ള കഴിവും അല്ലാഹു തആല അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. ആ കഴിവിൽ അദ്ദേഹത്തിനൊരു വീഴ്ച പറ്റിയത് ഇവിടെ എടുത്തു പറയുകയാണ് അല്ലാഹു. ഹൽ അതാക നബഉൽ ഖസ്മി, നിനക്ക് വന്നില്ലയോ, ഹൽ അതാക നിനക്ക് വന്നില്ലയോ, ഹൽ അതാക ഹദീസുൽ ഖാസിയ എന്ന് പറഞ്ഞല്ലോ. വന്നില്ലയോ എന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടിയില്ലേ എന്ന് ചോദിച്ചാൽ നബിക്ക് അല്ലാഹ് പറഞ്ഞു കൊടുത്തിട്ടല്ലാതെ കിട്ടൂല. ആ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വന്നില്ലേ, നബഉൽ ഖസ്മി, ആ കക്ഷികളുടെ വർത്തമാനം. ഖസ്മ് എന്ന് പറഞ്ഞാൽ തർക്കിക്കുന്ന കക്ഷികൾക്കാണ് ഖസ്മ് എന്ന് പറയാം. അതാ രണ്ട് കക്ഷികൾ, കേസിൽ തർക്കിക്കുന്ന രണ്ട് കക്ഷികൾ, അവരുടെ വർത്തമാനം വന്നില്ലയോ. ഇത് തസവ്വറു, അവർ ചാടിക്കടന്നപ്പോൾ അൽ മെഹ്റാബ, അദ്ദേഹത്തിൻ്റെ മെഹ്റാബിലേക്ക്. മെഹ്റാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന മെഹ്റാബ് തന്നെയാണ്, ആരാധനാ മണ്ഡപം. അത് മുഫസ്സിറുകൾ ഇതിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാം കൂടുതൽ ഭക്തി പ്രകടിപ്പിച്ച് വേറെ വീട്ടുകാരോട് ചിലപ്പോൾ പറയുമായിരുന്നു, എൻ്റെ അടുത്ത് കാര്യം കടത്തി വിടരുത്, ഞാൻ ആരാധനയിൽ പശ്ചാത്താപത്തിൽ മുഴുകിയിരിക്കുകയാണ്. അങ്ങനെ മെഹ്റാബിൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ ഒരു കെട്ടിയുണ്ടാക്കിയ മണ്ഡപമായിരിക്കാം, അതിൻ്റെ ഉള്ളിൽ അദ്ദേഹം ആരാധനയിൽ മുഴുകിയിരുന്നപ്പോൾ വീട്ടുകാർ അതിൻ്റെ ഉള്ളിൽ വാതിലുറന്നു കൊടുക്കുമല്ലോ. അപ്പോൾ മതിൽ ചാടി, തസവ്വറ എന്ന് പറഞ്ഞാൽ മതിൽ ചാടി കടന്നു എന്ന്. സൂറ് എന്ന് പറയുന്നത് പിന്നെ മതിൽ അതിർത്തിക്കൊക്കെയാണ് സൂറ് എന്ന് പറയുന്നത്, ഹുദൂദ് എന്ന് പറഞ്ഞ പോലെ. തസവ്വറ എന്ന് പറഞ്ഞാൽ സൂറ് ചാടിക്കടന്നു, മതിൽ ചാടിക്കടന്നു. അൽ മെഹ്റാബ്, അദ്ദേഹത്തിൻ്റെ മെഹ്റാബിലേക്ക്. ഹസ്മുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് തർക്കിക്കുന്ന കേസിൽ തർക്കിക്കുന്ന കക്ഷികൾ, അതാണ്. അവരുടെ വർത്തമാനം വന്നില്ലയോ. ഇത് ദഖലു, അവർ കടന്നു ചെന്നപ്പോൾ അലാ ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക്. ഫഫസിഅ മിൻഹും, അദ്ദേഹം അവരുടെ കാര്യത്തിൽ പേടിച്ചു. കാരണം ഒറ്റയ്ക്കിരുന്ന് ആരാധിക്കുന്ന സമയത്ത് രണ്ട് മനുഷ്യന്മാരങ്ങോട്ട് കയറി വന്നതാണ്. ആരായിരുന്നു രണ്ട് മനുഷ്യന്മാർ എന്നതിൽ
അഹ്ലു കിതാബികളുടെ വേദഗ്രന്ഥത്തിലും നബി കൃത്യമായി ആരാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ മലക്കുകളാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. 2 മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നതാണ്. എന്തിന്? അദ്ദേഹത്തിനെ പരീക്ഷിക്കാൻ വേണ്ടി. അതല്ല, 2 യഥാർത്ഥ കക്ഷികൾ, തർക്കിക്കുന്ന കക്ഷികൾ തന്നെയായിരുന്നു എന്നും ഇമാം തബരി റഹിമഹുള്ളാഹിൻ്റെയൊക്കെ കിതാബ് തഫ്സീറുകളിൽ കാണാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നൊരു വ്യക്തമല്ല. സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് അദ്ദേഹം ഒറ്റയ്ക്കിരുന്ന് ഇബാദത്തിൽ മുഴുകിയിരിക്കുകയാണ്. നാട്ടുകാരുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. പ്രവാചകനാണ്, രാജാവും കൂടിയാണ്. പക്ഷേ ആ ബാധ്യതയിൽ നിന്നൊക്കെ മാറി നിന്ന് ഒറ്റയ്ക്ക് മെഹ്റാബിലിരുന്ന് ആരാധനയിൽ മുഴുകിക്കൊണ്ടിരുന്നപ്പോൾ 2 ആൾ മതിൽ ചാടി വന്നു. മതിൽ ചാടി വന്നിട്ട് 2 ആളും കൂടി പറയാണ്, ഞാനും ഇവനും ഒന്നിച്ച് ജീവിക്കുന്ന, പങ്കാളികളായി ജീവിക്കുന്ന സുഹൃത്തുക്കളാണ്. ഇവന് ഒരാടുണ്ട്, ഇവൻ്റെ അടുത്ത് 99 ആടുണ്ട്. ഒരാൾ പറയാണ്, എൻ്റെ അടുത്ത് ഒരാടാണുള്ളത്, ഞാൻ ആ ആടിനെ നോക്കി വളർത്തി അതിൻ്റെ പാലും കുടിച്ച് ജീവിക്കുന്ന ആളാണ്. ഇവൻ്റെ അടുത്ത് 99 ആടുണ്ട്. എന്നിട്ട് ഓനോട് ഈ 99ലേക്ക് എൻ്റെ ആടും കൂടി ചോദിക്കുകയാണ്. എൻ്റെ ആടും കൂടി കിട്ടിയാൽ ഓന് 100ആയി, അപ്പോൾ എനിക്കൊന്നും കിട്ടൂല എന്ന് പറഞ്ഞിട്ട് തർക്കിച്ച് വന്നു. മൂപ്പർക്ക് വളരെ എളുപ്പത്തിൽ മൂപ്പർ ആ തർക്കത്തിന് മറുപടിയും പറഞ്ഞു. ദാവൂദ് നബി അലൈഹി സ്വലാം അതൊരു പരീക്ഷണമാണ്. മലക്കുകളാണ് എന്നുള്ള അഭിപ്രായം അങ്ങനെ തന്നെ അതുകൊണ്ടാണ് വന്നത്. അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞു. എന്താണ് അത്? ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അക്ഫിൽ യാ വാസനി ഫിൽ ഖിത്താബ്. അപ്പോൾ മറ്റവനോട് പറഞ്ഞു, ലഖദ് ലലം, ഈ പറഞ്ഞവനോട്, ഒരാടുള്ളവനോട് പറഞ്ഞു, ഓൻ ചെയ്തത് മഹാ അക്രമമാണ്. ഓന് 99 ഉണ്ടായിട്ട് അൻ്റെതും കൂടി ചോദിക്കണോ? അത് അക്രമമാണ് എന്ന് ഇയാൾ വിധി പറഞ്ഞു. അപ്പോൾ ഓലെ തർക്കത്തിൽ വിധിയായി. ദാവൂദ് നബി അലൈഹി സ്വലാം വിധി പറഞ്ഞല്ലോ, വിധിയായി. പക്ഷേ ഈ വിധി അദ്ദേഹം ആലോചിച്ച് പറഞ്ഞതല്ല. കാരണം 2 കക്ഷികളെയും വിസ്തരിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇവൻ്റെ ഒരാടിനെ മറ്റോൻ ചോദിക്കുന്നു എന്ന് 2 കക്ഷികളെയും അദ്ദേഹം വിസ്തരിച്ചില്ല. ഒറ്റയടിക്ക് കേട്ട ഉടൻ മറുപടി പറഞ്ഞു. അത് ദാവൂദ് നബി അലൈഹി സ്വലാമിന് പാടില്ലാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുക്കലുള്ള ഒരു വീഴ്ചയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തെ പോലെയുള്ളൊരു പ്രവാചകനും ഭരണാധികാരിയുമായ ആൾ ഒരു തർക്കവുമായി 2 കക്ഷികൾ വരുമ്പോൾ ആ തർക്കത്തിൻ്റെ നിജസ്ഥിതി കൃത്യമായും 2 കക്ഷികളിൽ നിന്ന് ചോദിച്ചറിയേണ്ടതായിരുന്നു. അത് ചോദിച്ചറിയാതെ ഒരാൾ അദ്ദേഹത്തിൻ്റെ കേസ് പറഞ്ഞപ്പോൾ അയാൾക്ക് വിധിയാക്കി കൊടുത്തു, മറ്റോ അക്രമിയാണ് എന്ന് പറഞ്ഞത് ശരിയായില്ല. അത് പെട്ടെന്ന് ദാവൂദ് നബി അലൈഹി സ്വലാമിന് തോന്നുകയും ചെയ്തു. അവർ പിരിഞ്ഞു പോയപ്പോൾ തന്നെ തോന്നി, എന്ത്, ഞാൻ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, എന്തിനാണ് പോകാൻ 99 ഇവൻ്റെ ആടും കൂടി ചോദിച്ചതിൽ എന്തെങ്കിലും ഒരു വസ്തുത ഉണ്ടാവുമല്ലോ, അത് ഞാൻ ചോദിച്ചറിഞ്ഞില്ലോ 99 ആടുള്ള ആളോട്, ഇവനോട് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഒരു അബദ്ധമായി അദ്ദേഹം പശ്ചാത്തപിച്ച് മടങ്ങി. അതാണ് ആ വിഷയം. ആ വിഷയത്തിൽ നമുക്കൊരുപാട് ഗുണപാഠങ്ങൾ ആ ചരിത്രത്തിൽ നിന്ന് കിട്ടാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പറയാം. ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ശബ്ദമായിരുന്നു ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള ശബ്ദം. ആ ഖിറാത്ത് എന്ന് പറഞ്ഞാൽ അതാണ് പാരായണം. പിന്നെ ഇതായിരുന്നല്ലോ, എന്തേന്നു, ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ഗ്രന്ഥം സബൂർ അല്ലേ? ആ സബൂർ ഒരു തലം. ഇപ്പം നമ്മളൊക്കെ ഇങ്ങനെ ഈ ഖിറാത്ത് നല്ല ഈണത്തോടു കൂടി ചെല്ലുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. അതുപോലെ ഈണത്തിൽ പാടിയിരുന്ന ദാവൂദിൻ്റെ കീർത്തനങ്ങൾ എന്നാണ് ബൈബിള് പറയാം. ആ സംഗീതാത്മകമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇതെന്ന്. അപ്പോൾ നമുക്ക് ഈ മതങ്ങളൊക്കെ, പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങളൊക്കെ നോക്കിയാൽ പല മതങ്ങളിലെയും ആരാധനയിലെ ഈ തസ്ബീഹുകളും അദ്കാറുകളൊക്കെ കീർത്തനങ്ങളാണ്, പാട്ടുകളാണ്. എല്ലാ സെമിറ്റിക് മതങ്ങളും നോക്കേണ്ടി. ഇപ്പോൾ ജൂതന്മാർ അവരുടെ പള്ളിയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് നമ്മളെ ഖുർആൻ പോലെ അവരെ പള്ളിയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് സെമിറ്റ്. ഇപ്പോൾ ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്ന് പോലും അവരുടെ ഏറ്റവും ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ സംഗീതങ്ങളാണ്. അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ശ്ലോകങ്ങളാണ്.
അപ്പോൾ അതുപോലെ ദാവൂദിൻ്റെ കീർത്തനങ്ങൾ, ദാവീദിൻ്റെ കീർത്തനങ്ങൾ എന്നാണ് ബൈബിളുകൾ കാണുന്നത്. അപ്പോൾ ആ കീർത്തനങ്ങൾ വളരെ ഭംഗിയായി അദ്ദേഹം ശബ്ദമാധുരിയോടുകൂടി ദാവൂദ് അലൈഹിസ്സലാം ചൊല്ലിയിരുന്നു എന്നും അപ്പോൾ പക്ഷികളും പർവ്വതങ്ങളും വരെ അത് ഏറ്റു ചൊല്ലിയിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ മുഅ്ജിസത്തായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. നമ്മളതിനെ നിഷേധിക്കാനും വ്യാഖ്യാനിക്കാനൊന്നും പോകണ്ട. പർവ്വതങ്ങൾ എങ്ങനെ വർത്താനം പറയാം, പക്ഷികൾ എങ്ങനെ വർത്താനം പറയാമെന്നൊക്കെ അതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു കഴിവ് എന്ന് പറഞ്ഞ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഏതായിരുന്നാലും അത് നമുക്ക് അടുത്ത ഇതിൽ പറയാം. അള്ളാഹു എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.